തക്കാളിച്ചോറ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് സവാളയും തക്കാളിയും പിന്നെ മുട്ട വേണമെങ്കിൽ മുട്ട ചേർത്താൻ പറ്റും, ഓപ്ഷണലാണ്. പിന്നെ ചോറാണ് നമുക്ക് എനിക്ക് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ളൊരു പാത്രം നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം സവാളയുണ്ട്. സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റ് ആവണം. അപ്പോൾ നമ്മളത് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായി സെറ്റാക്കി വഴറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി നല്ല രീതിക്ക് അത് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ നമ്മുടെ മസാല പൊടികളൊക്കെ ഇടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അത് ഇടുന്നത് നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മളതിനെ ഉടച്ച് കുറച്ച് സെറ്റാക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ കുട്ടികളായതുകൊണ്ട് അവർക്ക് മുട്ടയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മുട്ട ഇട്ടിട്ട് അതിൽ നിന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ടു. പക്ഷെ നമ്മളെ വീട്ടിൽ എന്ത് ചോറാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ആ ചോറ് എടുത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള അരി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് നമ്മൾ അതുകൊണ്ട് ഒരു ഇല പൊട്ടിക്കുമ്പോൾ ആ ഭാരതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പറമ്പ് നിറച്ചും വാഴട്ടാ, പക്ഷേ എങ്കിൽ ഒരു ഇല പോലും കിട്ടാനില്ല. എന്നിട്ട് അവസാനം യുദ്ധം ജയിച്ച് വരുന്നുണ്ട് ഒരു ഇലയും കൊണ്ട്. വലിയ ഇലയിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ നമ്മൾ ഇല അങ്ങോട്ട് നടുക്കിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചുറ്റിരുന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ എല്ലാവർക്കും കൂടി നിരത്തി അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ട്. പിള്ളേരുകളൊക്കെ അപ്പോഴേക്കും വന്ന് സെറ്റായി കൈകഴുകിയിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നമ്മളത് വിളമ്പി എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അത് തീർന്നു ഗൈസ്. ഒരു വറ്റു പോലും ബാക്കിയില്ലുണ്ട്. എല്ലാതും കൂടെ എല്ലാ ഭാഗവും ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ.